നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമുല് നടത്തുന്നതോ പാടുള്ളതല്ല, മുഖാതബത്ത് പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആ നിലയിൽ സംസാരിച്ചത്. അല്ലാതെ ജിന്നിനോടുള്ള സഹായവേട്ടം എന്ന നിലയിലല്ല. ആ ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാം. അതെ, കണ്ടോ, പന്നിപ്പാറ സംവാദത്തിന് ചോദിച്ചുവല്ലോ, ജിന്നിനോട് സഹായത്തേട്ടത്തിന് ശിർക്കായതുണ്ട്, വസീലയായതുണ്ട് എന്നൊരു ഫത്വ സാലിഷ് തന്നെ വായിച്ചു. ഓന് ഫത്വ റിസൾട്ട് ആരോ കൊടുത്തയച്ചതാ. ഇവിടെ അബ്ദുറഹ്മാൻ സലഫി ഇംഗ്ലീഷ് വായിച്ച പോലെ അങ്ങനെയാണ് ഓൻ കൊടുത്തിട്ട് വായിച്ചത്. അപ്പൊ ഇതിന് അപകടം ഓൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഓൻ വായിച്ചു കഴിഞ്ഞപ്പോ എന്താ ഉള്ളത്? മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർക്കി. ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്. അത് വായിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ ചോദിച്ചു, ഈ വായിച്ചത് നീ അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചു. ഇപ്പൊ വായിച്ചത് നീ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞു, അത് ഞാൻ തോട്ട് കിട്ടുന്നുണ്ട്. പിന്നെന്തിനാ നീ വായിച്ചു എന്ന് ചോദിച്ചു. നീ കൊണ്ടുവന്ന് വായിക്ക, അത് തോട്ടിലേക്ക് അറിയാൻ പറയാ, പിന്നെ എന്തിനാ വായിച്ചത്? അപ്പൊ സദസ്സിന് ചോദ്യം വന്നു, നിങ്ങള് റുഖിയയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ശിർക്കായതും വസീലയായതും ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? അപ്പൊ പിന്നെ മുപ്പത് നയം മാറ്റി, അത് റുഖിയന്റെ വിഷയത്തിലാണ്, ഇലാജിന്റെ വിഷയത്തിലാണ്, അത് ഞാനും അംഗീകരിക്കുന്നു. ഇവിടെ ഇസ്തിആനത്താണ് വിഷയം, അത് വേറെ ഇത് വേറെ. അപ്പോൾ പിന്നെ ആകെ കുടുങ്ങിയത്. അത് പുറത്തിറങ്ങി ഓർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വിധം പ്രയാസപ്പെട്ടു. അങ്ങനെ കോഴിത്തരം സംവാദത്തിലും ഈ ചോദ്യം നമ്മൾ ചോദിച്ചു. അവിടെ സാലിഷ് പറഞ്ഞിരുന്നു, ഇലാജിന്റെ സമയത്ത്, ചികിത്സാ സമയത്ത് ജിന്നിനോട് സഹായാർത്ഥനയിൽ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് കോഴിച്ചെന്ന് ചോദിച്ചപ്പോ നാസസുലമി മിണ്ടില്ല. ആ ചോദ്യം തന്നെ ഉപരി കേട്ടില്ല. കുറെ കാലമായ ആ ചോദ്യം അവരെ ചെവി കിടന്ന് അലക്കുക. അങ്ങനെ ഇവിടെയും ആ ചോദ്യം വന്നു. അപ്പൊ എന്തെന്ന് പറയണല്ലോ. അപ്പോഴാ കായക്കൂടി പറഞ്ഞത്, അത് ഇസ്തിആനത്തിനെ പറ്റിയല്ല, മുഖാത്തബത്തിനെ പറ്റിയാണ്. മുഖാത്തബത്ത്, ജിന്നുമായുള്ള അഭിമുഖ സംസാരം, അതിലാണ് ശിർക്കായതും അല്ലാത്തതും. എന്നാൽ ഇസ്തിആനത്തിനെ പറ്റി പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കണ്ടെന്ന ആ സീഡ് കേട്ട മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം, അവിടെ ജിന്നിനോട് സഹായത്തേട്ടവും ഇസ്തിആനത്തും ആ ചോദ്യവും ഒക്കെ തന്നെ ആ ചർച്ചയ്ക്ക് വന്നത്. അതിലാ ശിർക്കായതും അല്ലാത്തതും ഉണ്ട് സാധിച്ചു പറഞ്ഞത്. ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നില്ല. എന്നിട്ട് ഇവിടെ നിന്നിട്ട് പറയാ അത് അതിനെപ്പറ്റിയാണ്. മറ്റേ ചങ്ങായി പറഞ്ഞതോ അത് ഓനെ നെട്ടിച്ച് ബേജാറാക്കി ഓനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നിച്ചിന്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചത്, നമുക്ക് സൗഹാർദ്ദ സംസാരം നടത്താമായിരുന്നു, നിങ്ങൾ തയ്യാറാണോ? ഞാൻ റെഡിയാണ്. അവര് പറയും, ഞങ്ങള് വ്യവസ്ഥ എഴുതിയിട്ട് ഞങ്ങൾ മെയിൽ ചെയ്യാം, അത് തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അവര് മെയിൽ ചെയ്തു, ഒരു തിരുത്തൂല, നമ്മൾ ശരി അംഗീകരിച്ചു. അങ്ങനെ വ്യവസ്ഥ ഉണ്ടാക്കിയില്ല. എന്നിട്ട് അവര് പറഞ്ഞു, ഇത് അക്ബർ സാഹിബിനോട് ചോദിച്ച് അക്ബർക്ക് അനുവാദം തന്നെങ്കിലേ നമ്മൾ നടത്താൻ പറ്റുള്ളൂ. ശരി, നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ പല അനുവാദം കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിച്ചിന്റെ ഓഫീസ് നടത്താൻ പറ്റൂല. അങ്ങനെ പിന്നെ നടത്താൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് പിടിച്ചിട്ട് അവസാനം അത് പന്നിപ്പാറയിലേക്ക് എത്തിയത് ഫെബ്രുവരി 14 2013. ആ സംവാദത്തിലാണ് ഈ ചോദ്യം വന്നത്. ആ സംവാദമാണ് അത് സംഘടിപ്പിച്ച സംഘാടകരിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ ശരിയായ റൂട്ട് മനസ്സിലാക്കാൻ അവർക്ക് വഴിത്തിരിവായി. അതെല്ലാം അങ്ങനെ തന്നെ. കോഴിച്ച സംവാദം സംഘടിപ്പിച്ചാളോ, കോഴിച്ച സംവാദം സംഘടിപ്പിക്കാൻ മുന്നിക്കിറങ്ങിയ ആളുണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ സദസ്സില്. ആ കോഴിച്ച സംവാദം അന്ന് സംഘടിപ്പിക്കാൻ മുന്നിക്കിറങ്ങിയ ആള് നമ്മുടെ സദസ്സിൽ ഇപ്പോഴുണ്ട്. ഇതാ മാറ്റം. ആൾക്കാർക്ക് സംഗതി മനസ്സിലായി. അപ്പൊ ഈ ചങ്ങായി ഇയാളെ മടവുത്സവം പ്രചരിപ്പിക്കാൻ കൊടുത്തതാണ് എന്ന് ആളുകൾക്ക് തിരിഞ്ഞു. അപ്പൊ ആളുകൾ കാര്യങ്ങൾ തുറന്ന് പറയാൻ തയ്യാറായി എന്ന് മാത്രം. പിന്നെ ഇനി വലിയൊരു ചാർജ് ഉള്ളത് ആയത്ത് ദുർവ്യാഖ്യാന. കഴിഞ്ഞ മുഖാമുഖത്തിന് വിശദമായി നമ്മൾ പറഞ്ഞു, വെല്ലുവിളിക്കാനുള്ള പശ്ചാത്തലം പറഞ്ഞു, വെല്ലുവിളി ആവർത്തിച്ചു. ഇപ്പൊ മൂപ്പർക്ക് എന്തെന്ന് പറയാതിരിക്കാൻ വയ്യ. അതിന് മൂപ്പര് പറഞ്ഞ രസകരമായ ഒരു മറുപടി ഉണ്ട്. അതിന് മുമ്പ് ഒന്ന് രണ്ട് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കാനുള്ള പശ്ചാത്തലം എന്താ? എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, പുളിക്കലും പറഞ്ഞു. ഞാൻ വലിയ ആളായതുകൊണ്ടോ അയാളുമായി നടത്താൻ മാത്രം ഉണ്ടായതുകൊണ്ടോ അല്ല വിളിക്കുന്നത്, മറിച്ച് ഞാൻ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്നാണല്ലോ ആരോപണം. അത് അബ്ദുറഹ്മാൻ സലഫിയാണ് നാട് നീളെ പറഞ്ഞു നടന്നത്. മാത്രവുമല്ല, സലഫിക്ക് താഴെ ഇനി ഒരാളും സംവാദത്തിന് വരാൻ ബാക്കിയുമില്ല. അതുകൊണ്ട് സലഫിയെ വെല്ലുവിളിച്ചു. എന്നാ ഞാൻ വേണം വാശി പിടിച്ചതോ? ഞാൻ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്നതാ വിഷയം. അത് ഞാനാ പറയേണ്ടത്. ഇത് പറയുമ്പോൾ തന്നെയും ഇവർ ദുർവ്യാഖ്യാനിച്ച ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ
നമ്മൾ അങ്ങോട്ട് ചോദിച്ചിരുന്നു, അതിനൊന്നും മറുപടി ഇല്ല. ഒന്ന് തന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ പറയണം. നിങ്ങൾ ദൃശ്യലോകത്തുള്ള മനുഷ്യനെ ഒഴിവാക്കിയെന്ന് എവിടെ നിന്ന് കിട്ടി? ദുർവ്യാഖ്യാനമാണ്. എന്തേ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്തത്? എത്ര ആയത്ത് കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി സിഹറുമായി ബന്ധപ്പെട്ട ആയത്ത് ദുർവ്യാഖ്യാനിച്ചില്ലേ? വമാ ഹും ബിളാരീന ബിഹി മിൻ അഹദിൻ എന്ന് പറഞ്ഞ് നിർത്തി, ഇല്ലാ ബിഇദ്നില്ല വിട്ടു. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ. അനുമതി ഇല്ലാതെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ഇതിമ കൂടി. അതിലുണ്ടായത് കേട്ടോളൂ നിങ്ങൾ, കെ.വിന്റെ ആ ക്ലിപ്പ് സിഹറുമായി ബന്ധപ്പെട്ട്. അതുപോലെ സിഹർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സ, ഖുർആന്റെ നസ്സ, ഇത് ഖുർആന്റെ നസ്സ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന ഇവര് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവര് സിഹർ വെച്ചാ പോരാ. കടവത്തൂർ ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ? നദി പോകും തലശ്ശേരിക്കുന്നേ, നദി പോകും തലശ്ശേരിക്കുന്നേ. എന്ത് സിഹറോണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഖുർആൻ നസ്സാണത്. എവിടെ പോയിപ്പത്? കെ.വിയുടെ ആശയം എന്താ? നിങ്ങൾ പറയ്. ഈ പുളിക്കല് പറഞ്ഞു കൊടുക്കി. കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് സിഹറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ നിലപാടെന്താ? ഖുർആൻ പറഞ്ഞ ശരിയായ നിലപാട് അംഗീകരിക്കുന്നുണ്ടോ? കെ.ജെ.യു പറഞ്ഞ തീരുമാനം അംഗീകരിക്കുന്നുണ്ടോ? വേണ്ട. ടി.പി. അബ്ദുൽ റസാഖ് വഖവി ഈ പുളിക്കല്ലാണല്ലോ ഫിത്രയുമായി നടക്കുന്നത്. അയാളുടെ നിലപാടെന്താ? അയാൾക്ക് പിന്നെ എന്ത് സിഹർ? അയാൾക്ക് എന്തായാലും കുഴപ്പമില്ലാതാ. സിഹർ പോട്ടെ, എന്തായാലും മൂപ്പയ്ക്കൊന്നും വലിയ വിഷയമല്ല. സിഹർ ബാധിച്ചു ബാധിച്ചില്ല, മൂപ്പയ്ക്ക് അങ്ങനെ സംഗതിയേ ഇല്ല. മൂപ്പയ്ക്ക് സിഹറും റുഖിയയും ഒക്കെ മൂപ്പയ്ക്ക് പരിഹാസ. മൂപ്പരല്ലേ പുളിക്കുന്ന ചോദിച്ചത്? ഹാർട്ട് അറ്റാക്ക് ആയ മനുഷ്യന് നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയിരിക്കുമോന്നാ മൂപ്പർ ചോദിച്ചത്. ആ നിനക്ക് റുഖിയെ പരിഹസിച്ചതാ. അബ്ദുറഹ്മാൻ സലഫിക്ക് റുഖിയെ വേജാറുണ്ടാവും, പക്ഷെ റസാഖ് ബാക്കവിയല്ലോ. ആ അബ്ദുൽ റസാഖ് ബാക്കവിക്ക് എന്താ റുഖിയുടെ വിഷയത്തിലെ നിലപാട്? നിഅമത്തുല്ലാഹ് ഫാറൂഖിക്ക് എന്താണ് സിഹർ വിഷയത്തിലെ നിലപാട്? പറഞ്ഞു കൊടുക്കാൻ ജനങ്ങളോട്. സിഹർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. കെ.വിന്റെ ഈ ക്ലിപ്പ് നാട് നീളം ഇറങ്ങിയപ്പോ നമ്മളെ ഹിദായ മൾട്ടിമീഡിയക്കാരുണ്ടല്ലോ, ഏത് ജിന്നിനെ ബൈക്കുമ കയറ്റിക്കൊണ്ട ആളവന്. ഹിദായ മൾട്ടിമീഡിയ നിജമുദ്ദീന് ഓരോ ജിന്നിനെ ഓരോ ബൈക്കിന്റെ ബാക്കിൽ ഇരുത്തിക്കൊണ്ടായ മനുഷ്യനാണ്. ഓൻ എന്നോട് പറഞ്ഞതാ രാത്രി 12 മണിക്കോ ബൈക്കും കൊണ്ട് പോകുമ്പോ ഒതുക്കിങ്ങുന്ന ഒരാൾ കൈയാട്ടി വണ്ടിമ കയറി. അങ്ങനെ വർത്തമാനം പറഞ്ഞ അങ്ങനെ പോയി 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 പൊന്മളെത്തിയപ്പോ പിന്നെ ആളെ കാണാനില്ല. അപ്പൊ നോക്കുമ്പോ ജിന്ന് എഴുതൂല. അതാണ് ഹിദായന്റെ ആള്. അപ്പൊ സംഗതി ആ ജിന്ന് ഓന്റെ ഉള്ളിൽ കയറിനാ നമുക്ക് മനസ്സിലാണത്. അതാണ് കാണാനായത്. അല്ലാതെ വേറെടുക്കാൻ പോയി വേറെടുക്കാതെ പോകും. ബൈക്കമ്മ കയറി ജിന്ന് പിന്നെ വേറെടുക്കാൻ പോകല്. ചങ്ങായി എന്റെ ബൈക്കിനേക്കാൾ സ്പീഡിൽ പോകണ ജിന്ന്. പിന്നെ വല്ല വികലാംഗനൊക്കെയാണ് ചിലപ്പോ കയറിക്കൂടെ ഇല്ല. വികലാംഗം ജിന്നുണ്ടാവും, ചിറകൊടിഞ്ഞത്, പാറാൻ കഴിയാത്തത്, കാലൊടിഞ്ഞത്. അപ്പൊ ചിലപ്പോ കിട്ടുന്ന വണ്ടിക്ക് നമുക്ക് പറ്റിയ ആളാ, എന്നാ പിന്നെ ഓനെ ബൈക്കിൽ ഓനെ മേത്തൊക്കെ കയറി വെക്കാം എന്നൊക്കെ ചിലപ്പോ കയറിക്കൂടെ ഇല്ല. കാവുംപുറത്ത് അബ്ദുറഹ്മാൻ സാരിണ്ട് വളാഞ്ചേരി. അയാൾ പറഞ്ഞെന്താ, ഞാൻ സുബീസ് കഴിക്കാൻ പള്ളിക്ക് പോകുമ്പോ മുളങ്കൂട്ടത്തുനിന്ന് ജിന്നുണ്ട് വന്നിട്ട് എന്റെ തലയിൽ കൂടി കവച്ചു വെച്ച് പോയിന്നാ. ഇങ്ങനെ ജിന്നിനെ കണ്ടവരാ ഇപ്പൊ ജിന്നു ഊരിയാണ് നമ്മളെ പിന്നെ നടക്കുന്നത്. അപ്പൊ ആവട്ടെ, ഏതായിരുന്നാലും ശരി, ഈ സിഹറുമായി ബന്ധപ്പെട്ട ക്ലിപ്പ് നമ്മുടെ നാട് നിങ്ങളെ കൊണ്ടുവരുന്നപ്പോ ഇവനൊരു പണിയൊപ്പിച്ച് മൂപ്പഴുത്ത് പോയി. അല്ല മോല്, നിങ്ങൾ സിഹർ നിഷേധിക്കുന്നുണ്ട്, ജിന്നു ബാധ നിഷേധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ശരിയാണോ? മൂപ്പരം പറഞ്ഞു, ഞാൻ ജിന്നിനെ നിഷേധിച്ചിട്ടില്ല. ജിന്നിനെ നിഷേധിച്ചില്ല. ജിന്നു നിഷേധിച്ചോ എന്നല്ല ചോദിച്ചത്, ജിന്നു ബാധ നിഷേധിക്കുന്നുണ്ടോന്നാ മറുപടി. ജിന്നിനെ നിഷേധിക്കുന്നില്ല. കാര്യം എന്തൊരു ക്ലിപ്പ് ഉണ്ടാക്കണല്ലോ. പിന്നെ അവൻ തിരിച്ച് വീണ്ടും ചോദിച്ചു. അപ്പൊ പറയേണ്ടി വന്നു. കേട്ടോ നിങ്ങൾ ആ ഇന്റർവ്യൂ, കെ.വിയിലുള്ള ഇന്റർവ്യൂ. സാറ് പിന്നെ എന്താണ് ഒരു ഹദീസ് നിഷേധിയാണ്, ഇതൊക്കെ നിഷേധിക്കുന്ന ആളാണ്, ഒരു അക്കലാനിയാണ് എന്നൊക്കെയാണ് ഇപ്പോ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ ഫ്രാങ്കായിട്ട് പറയാണ്, തുറന്നു പറയാം. അപ്പോ കെ.ജെയുടെ പുസ്തകത്തിലുണ്ട് ജിന്ന് ബാധിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് ജിന്ന് ബാധിക്കുക, അതേപോലെ സിഹർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിനെ ഒന്നും നിങ്ങൾ അംഗീകരിക്കണില്ല, സിഹർ അംഗീകരിക്കണില്ല. അതേപോലെ നിങ്ങൾ മാത്രമല്ല വേറെയും ഒത്തിരി പേര് ഇത് വ്യാപകമായിട്ട് ഇതാണ് SLRCയിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ സിഹർ അതേപോലെ ജിന്ന് ബാധ ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇത് കെ.ജെയുടെ നിലപാടിന് എതിരാണോ നിങ്ങളെ നിലപാട് എന്നല്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. ഞാൻ ജിന്നിനെയോ സിഹിറിനെയോ നിഷേധിക്കുന്നില്ല.
ഒരിക്കലും. സൂറത്ത് ജിന്ന് എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഖുർആനിലില്ലേ? പിന്നെ ഞാനങ്ങനെ നിഷേധിക്കുക? ആ ജിന്ന് ബാധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് ആളുകൾ വരാറുണ്ടായിരുന്നില്ലേ? അതൊക്കെ ആരാ അംഗീകരിക്കാനൊക്കെ? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു രോഗിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് റസൂൽ തന്നെയല്ലേ പറഞ്ഞത്, ഉഖ്റുജ് അദുവല്ലാഹ് വാന റസൂലല്ലാഹ്, അള്ളാഹിന്റെ ശത്രു പുറത്തു പോകണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ഇന്ന് ആ വാചകം ഉപയോഗിക്കാൻ ആർക്ക് കഴിയുന്ന എൻ്റെ ചോദ്യം. ഞാൻ ഹദീസിലല്ല നിശ്ചയിച്ചത്. ഞാൻ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഒരു ജിന്ന് ബാധ വന്നു, ഞാൻ പറയാം അള്ളാന്റെ ജിന്ന് ചെറുത്താനെ ജിപ്പോ ജി അള്ളാന്റെ ശത്രുവാണ്, ഉഖ്റുജ് അദുവല്ലാഹ് വാന അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഉഖ്റുജ് അദുവല്ലാഹ് വാന അബ്ദുൽ ലത്തീഫ് എന്ന ഓൻ എന്താ പറയാ, എന്നെ എനിക്ക് വേണ്ടത് അറിയ ഓൻ പോവൂല. കേവി പറയാ ഉഖ്റുജ് അദുവല്ലാഹ് വാന അബ്ദുൽ ലത്തീഫ്. അപ്പൊ ജിന്ന് എന്താ പറയാ, എന്നെ എനിക്ക് കിട്ടേണ്ടത്, ഞാനും കുറച്ച് കാലം എന്നെ തന്നെ എടുക്കണത് എന്നല്ലേ പറയുള്ളൂ, പോവൂല. ബാക്കി പറട്ടെ. ഇസ്ലാമിൽ എന്തെല്ലാം ഹദീസിൽ പല കാര്യങ്ങളും റസൂലുള്ള ചികിത്സിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് നിഷേധിക്കാൻ ഞാനാര്? ഞാൻ അതുപോലെ റസൂലുള്ള ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമോ എനിക്ക്? അതാ ഞാൻ പറഞ്ഞ എനിക്ക് കഴിയില്ല. എന്താ മൂപ്പര പ്രശ്നം? നിഷേധിക്കാൻ ഞാനാരാ, പക്ഷെ നബി ചെയ്തപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുമോന്നാ. പിന്നെ ഇപ്പൊ കുറെ ന്യായം പറയാ, നബി മിറാജ് പോയിട്ടുണ്ട്, എനിക്ക് മിറാജ് പോകാൻ പറ്റുമോ? നബി സ്വർഗം കണ്ടിട്ടുണ്ട്, എനിക്ക് സ്വർഗം കാണാൻ പറ്റുമോ? എന്നാ അതേപോലെയാണോ റുഖിയ? റുഖിയ നടത്തിയ നബി മാത്ര? സഹാബ നടത്തിയിട്ടില്ലേ? സഹാബിമാർ നടത്തിയില്ലേ? റുഖിയ മന്ത്രം ചൊല്ലിയില്ലേ? വിഷം ഇറക്കി കൊടുത്തില്ലേ? അതേപോലെ ജിന്നുമായി ബന്ധപ്പെട്ട സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സഹാബത്ത് റുഖിയ നടത്തി പ്രതിവിധി നൽകിയില്ലേ? അവിടെ എന്ത് മിറാജ് പോലെയാണോ അത്? അപ്പൊ അയിമ കെട്ടിയിട്ട് ഈ റുഖിയയും മിറാജ് പോലെ നബിക്ക് മാത്രം, സ്വർഗം കണ്ടതുപോലെ നബിക്ക് മാത്രം, നമുക്കൊന്നും പറ്റൂല എന്ന് വെച്ച് തീർക്കുക അപ്പോഴും ചെയ്യണത്. കാരണം മൂപ്പക്ക് അംഗീകരിക്കാൻ വയ്യ, പക്ഷെ ഒരു ക്ലിപ്പ് കിട്ടണം, അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കി കൊടുത്ത മറ്റോ കൊടുത്ത ചോദ്യം ഓന്നനെ കൊടുത്ത മറുപടിയും അതാ സംഗതി. അത് മൂപ്പരാണ്ട് പറഞ്ഞു ഒപ്പിച്ചു എന്നേ ഉള്ളൂ. മൂപ്പ അതിന് ഇപ്പൊ തൗബയിലുണ്ടാവും ഇത് പറഞ്ഞതിന്. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ നിലപാട് പറയേണ്ടതുണ്ട്? ഇങ്ങനെ എത്ര ആയത്ത്, എത്ര ഹദീസ്, ഏതെല്ലാം ദുർവ്യാഖ്യാനിച്ചു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്ത് ഓതിയിട്ടല്ലേ KNM എന്ന സംഘടനയെ അല്ലർക്കീരാന്ന് നിങ്ങൾ അർത്ഥം വെച്ചത്? ഇല്ലേ? അബ്ദുൽ നാസർ മദനി പ്രസംഗിച്ചില്ലേ? കേട്ടോളൂ നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി അതിന്റെ ഇസ്ലാമികൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമവിശിഷ്ടരായ പ്രവാചകവര്യന്മാർ മുഴുവൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഏത് സന്ദർഭങ്ങളിലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ജിന്നവിവാദക്കാർ മനസ്സിലാക്കേണ്ടത് അമിതമായ വാദങ്ങളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ്. ഖുർആൻ പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹുവാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ ഈ പരിശുദ്ധ ഖുർആനിൽ ഈ പ്രസ്താവനയെ ഈ കാര്യങ്ങളെ അല്ലാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എവിടെ ഈ വ്യാഖ്യാനം കിട്ടിയത്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തിൽ ഈ പ്രസ്ഥാനത്തെ അല്ലാഹു തന്നെ കാത്ത് സംരക്ഷിക്കുന്ന എവിടെ കിട്ടിയ അർത്ഥം? ഇത് ദുർവ്യാഖ്യാനമല്ലേ? ദുർവ്യാഖ്യാനമല്ലേ? ആണ്. ഇതാരാ പഠിപ്പിച്ചത്? അഭൗതികം പഠിപ്പിച്ച കുബൂരികൾ തന്നെ. അഭൗതികം പഠിപ്പിച്ച ആരാ? കുബൂരികള്. ദുആക്കൾക്കും പഠിപ്പിച്ചതാരാ? കുബൂരികള്. ഗൈബ് ശൈത്താനായും പഠിപ്പിച്ചതാരാ? കുബൂരികള്. അതേ കുബൂരികൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ ആയത്ത് സംഘടനക്ക് തെളിവാണ്. ഏത് കുബൂരി? ഇപ്പൊ പുറത്താക്കപ്പെട്ട മുടി വിവാഹത്തിൽ ആടിയുറയുന്ന നൗഷാദ് ഹസനി, അയാൾ പറയട്ടെ ഇതേ ആയത്ത് ഓതിട്ട്. എന്താ ഉസ്താദേ, ഞങ്ങളെ തൗഹീദ് ഇങ്ങനെ മാറുകയാണ്, ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളത് വിരാഹിതരനെ അറിഞ്ഞുകൂടാ, വല്ലാത്ത ഒരു സമയം. സഹോദരന്മാരെ, മനുഷ്യനിർമ്മിത പ്രസ്ഥാനത്തിന് ഒരിക്കലും ദീർഘായുസുണ്ടാകൂല. ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ സുന്നത്ത് ജമാഅത്തിനെ, ദീനുൽ ഇസ്ലാമിനെ നമ്മളാണ് അവതരിപ്പിച്ചത്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തുന്ന ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് നന്നാകണം ഇതിനായി പറയുന്നത്. ലേശങ്ങൾ സൂക്ഷ്മത കാണിച്ചു. സുന്നത്ത് ജമാഅത്തിനെ ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞുള്ളൂ. ഓനെ പാർട്ടിയെ അതിന്റെ ഉള്ളിലാണ് കയറ്റിവിടാനാണെങ്കിലും മറ്റോനോ ഈ പ്രസ്ഥാനത്തെ അല്ലാഹു ഇറക്കിയത് അത് അല്ലാഹു സംരക്ഷിക്കുന്ന. പിന്നെ എന്തിനാ ഞങ്ങളെ കൊണ്ട് ബേജാറാകണത്?
ഞങ്ങളെ കൊണ്ട് എന്തിനാ ബേജാറാകുന്നത്? ഈ ആയത്ത് KN അത് സംരക്ഷിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കൂടെ പിടിച്ചാൽ ആവശ്യമുണ്ടോ? ഇങ്ങനെ എത്ര ആയത്ത് വ്യാഖ്യാനിച്ചു, എത്ര ആയത്ത്. പണ്ട് അബ്ദുസ്സലാം സ്വലമി ആയത്തോതി പറഞ്ഞു ശൈത്താനെ പേടിക്കണ്ട. അതേ ആയത്തോതി അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു ശൈത്താനെ പേടിക്കണ്ട. സലാം സ്വലമി ഓതിയപ്പോഴോ അനസ് മുസ്ലിയാരും ഹനീഫ് കായക്കോടും പിന്നാലെ കൂടി വണ്ടിയെടുത്തിട്ട് അബ്ദുറഹ്മാൻ സലഫി ഓതിയപ്പോഴോ അപ്പോഴും പിന്നാലെ കൂടി. പക്ഷെ അന്ന് കൂടിയത് എതിർക്കാൻ, ഇപ്പൊ കൂടിയത് ന്യായീകരിക്കാൻ. അതാ വ്യത്യാസം. സലാം സലമിനെ പിന്നാലെ കൂടിയത് എതിർക്കാൻ വേണ്ടി, സലഫിനെ കൂടെ കൂടിയതോ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനെ എത്ര ആയത്ത് വ്യാഖ്യാനിച്ചത്. എന്നിട്ടാണ് നമ്മൾ ഒരു വ്യാഖ്യാനിച്ചു, ഫൈസൽ മുസ്ലിയാർ ഒരു വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എന്തെല്ലാം പറഞ്ഞവരെ പറയട്ടെ, നമുക്കതൊക്കെ പരലോകത്തേക്ക് വെക്കാം. എന്തെല്ലാം എന്നെയും എന്റെ വാപ്പാനെ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഹൈറാണ്, നമ്മൾ ഹൈറായി കാണുന്നു. പക്ഷേ ഇപ്പൊ നമുക്ക് മനസ്സിലായി സമ്പാദന മൂപ്പരുണ്ടാവൂല, സമ്പാദന മൂപ്പര് വരൂല. നമുക്ക് മനസ്സിലായി. കാരണം മൂപ്പര് പറയാൻ മറുപടി ഉണ്ട്. അതിന് മുമ്പ് മൂപ്പരെ വെല്ലുവിളി കാണണല്ലോ. നമ്മളന്ന് വെല്ലുവിളിച്ചതും അദ്ദേഹം വെല്ലുവിളിച്ചതും അദ്ദേഹം ഏറ്റെടുത്തതും എല്ലാമാണ്. എന്നിട്ട് മൂപ്പര് ഇപ്പൊ പറയാന്ത് എങ്ങനെ ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി വരിക? മൂപ്പർക്ക് പറയാൻ പറ്റാത്തോണ്ട് കായക്കൊടി കൂടി പഠിപ്പിച്ചു കൊടുത്തു. കായക്കൊടി പറഞ്ഞു ഫൈസൽ മുസ്ലിയാരുമായി സമ്മാനത്തെ അബ്ദുറഹ്മാൻ സലഫി വരെ നടക്കൂല, മൂപ്പരെ പറഞ്ഞേക്കൂല. ഇതെന്താ അന്ന് പറഞ്ഞാ പോലെ, ഇത് അന്ന് പറഞ്ഞാ പോലെ. അതിന് പോലെ കാരണരസം കേട്ടോളൂ. കായക്കൊടി പറയട്ടെ എന്താ വരാത്തത് എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടുത്തെ ഒരു സാധാ ടീമും ബ്രസീലിന്റെ ടീമും തമ്മിലുള്ള ഫുട്ബോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയും. മലപ്പുറക്കാരുടെ കളിയാണല്ലോ. ഇവിടുത്തെ ഒരു ലോക്കൽ ടീം, ഒരു സെവൻസ് കപ്പ്, അതേപോലെ ബ്രസീലിന്റെ ദേശീയ ടീമും തമ്മിലുള്ള കളി എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ ആരും പോകില്ല. കാരണം എന്താ, ഒരു കാണുന്ന കളിയാവില്ല. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി അവിടെ നിൽക്കും. അബ്ദുറഹ്മാൻ സലഫി അവിടെ നിൽക്കട്ടെ, മൂപ്പരെ പറ്റൂല. കാരണം എന്താ, ബ്രസീലിന്റെ ടീമും ഒരു സാധാ മലപ്പുറത്തെ ലോക്കൽ ടീമും തമ്മിൽ കളിക്കാൻ ആരെയും പോകുവാന്നാ. ഓർക്ക് ഇപ്പൊ ഫുട്ബോൾ, ഓർക്ക് ഇതൊക്കെ ഫുട്ബോൾ, ഓർക്ക് അത്ര ഇത് അത്ര കളിട്ടുള്ളൂ. ഇതൊരു കളി. ഇതാ ഞങ്ങൾ പറഞ്ഞ അബ്ദുറഹ്മാൻ കളിയാണ് അത്. അപ്പൊ എങ്ങനെ മൂന്ന് കളിക്കുക വെച്ചു വേണ്ട. ഞങ്ങൾ ബ്രസീൽ ടീമിനെ മൊത്തം വിളിച്ചിട്ടില്ല. ബ്രസീൽ ടീമിന് കാക്കല്ലേ, ആ കാക്കാനെ വിളിച്ചത്, ആ കാക്കാനെ വിളിച്ചത്. ബ്രസീൽ ടീം മൊത്തം വരണ്ട. ആ കാക്കണ്ടോ കളിക്കാന്ന് ചോദിക്കുന്നത്. അതെന്ത് പേടി? എന്നിട്ട് ഓല് പറഞ്ഞതോ കാക്ക മാത്രം പോരാ, ബ്രസീൽ ടീം മൊത്തം വേണമെന്നാ. അനസ് മുസ്ലിയാർ വരും, ഹനീഫ് കായക്കൊടി വരും, യാസർ സുലൈമി വരും, അബ്ദുറഹ്മാൻ സലഫി വരും. അപ്പൊ ബ്രസീൽ പറ്റും. അപ്പൊ ടീം മൊത്തം മലപ്പുറത്തെ ടീമേറ്റ് കളിക്കാം, കാക്ക മാത്രം പോകൂലെന്ന്. ഇത് ചങ്ങായിമാരെ, ഇതാണ് പിന്നെ അള്ളാഹുവിന്റെ ദീനുമായി കളിച്ചാലുള്ള അപകടം. എന്നിട്ട് പറയാം അബ്ദുറഹ്മാൻ സലഫി എടുക്കട്ടെ എന്നാ. ഇത് സംഗതി എന്താ അറിയോ? സംഗതി ബ്രസീലും ടീമും കാക്ക കൈക്കോട്ടെ, അങ്ങനെ തോന്നിന് ഒരുക്കി. പക്ഷെ ഓരിവിടെ പിന്നെ വേൾഡ് കപ്പിന് വന്നപ്പോഴാണ് കുട്ടികളെ പന്തളിച്ചിടേണ്ടത്. അപ്പൊ കയ്യോട് തട്ടിയപ്പോ ഇവൻ പറഞ്ഞു എന്റെ കളി ഫൗളാണ്. കുട്ടികൾ പറഞ്ഞു ഫൗളല്ല, അതിന് കച്ചറായി ബഹളായി. അപ്പൊ ഇവൻ വലിയ കളിക്കാനല്ലേ അവള് പറഞ്ഞ സംഗതി. മറ്റോ വോളിബോളാ കളിച്ചത്, അതിപ്പോ നോക്കിയിട്ടില്ല. ആ കോലത്തിലാ. അപ്പൊ അങ്ങനത്തെ വെല്ലെടുക്കുമ്പോ ചിലപ്പോ കുട്ടികൾ എന്ത് പറയും, ഞങ്ങളുടെ പേര് കളിന്റെ മര്യാദ നമ്മൾ നോക്കുക, കളിന്റെ നിയമം എന്താ നമ്മൾ നോക്കുക. ഇപ്പൊ എന്ത് വലിയ കാക്കായി കുട്ടികൾക്ക് എന്താ ഒരു ഉറപ്പല്ലേ തെറ്റിട്ടില്ല എന്നുള്ളത്. അതപ്പ നടന്നത്. ഇയാളല്ലേ ചോദിച്ച അമ്മോട് നിങ്ങളുണ്ടോന്ന്. ഞാൻ അങ്ങ് വെല്ലുവിളിച്ചു, അയാൾ ഇങ്ങോട്ടും വിളിച്ചു, ഉണ്ടായില്ലേ അന്ന് ഈ ഓർമ്മല്ലേന്നോ. പെരിന്തനം തന്നെ വെച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫിയ വെല്ലുവിളിച്ചത് തെളിയിക്കാൻ തയ്യാറുണ്ടോ, ഫൈസൽ മുസ്ലിയാർ വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച് ഈ അബ്ദുറഹ്മാൻ സലഫിയ അന്ന് മൂപ്പർക്ക് ഓർമ്മല്ലേ, ഇത് മലപ്പുറത്തെ സൂപ്പർ സ്റ്റുഡിയാണ്, മൂപ്പര് ബ്രസീലെ കാക്കയാണ് എന്ന് മൂപ്പർക്ക് അന്ന് ഓർമ്മല്ലേ. കേട്ടോ നിങ്ങൾ പെന്തമണ്ണ മൂപ്പരെ വെല്ലുവിളി. ഈ ആയത്തോടിയ മുസ്ലിയാര് നിന്റെ പേരിൽ കളവ് പറഞ്ഞവനാണ്. ആ മുസ്ലിയാര് ഇബ്നു അബ്ബാസിന്റെ പേരിലും കളവ് പറഞ്ഞിരിക്കുന്നു. ഇബ്നു അബ്ബാസിന്റെ വാചകം ധരിച്ചത് ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, ആ വാചകത്തില് ഇസ്തിആനത്തുണ്ടിൽ ജിന്നിനോടുള്ള സഹായത്തേറ്റം വസീലത്തു ശിർക്കാണെന്ന് മുസ്ലിയാര് വാദിച്ച പോലെ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമുണ്ടോ, ഉണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന് ഞാൻ വെല്ലുവിളിക്കുമ്പോൾ സുഖമില്ലാതെ കിടന്നപ്പോൾ വിളിച്ചു എന്ന് നാളെ പറയണ്ട. ഇന്നലെ ആക്രോശിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നത് പറയുന്നത്. ഇനി എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമില്ലെങ്കിൽ ആ മറിഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് ആ ബൈലക്സിലൂടെയെങ്കിലും ഒന്ന് പറ, എവിടെയാ
ഇതാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം. ജിന്നിനോടുള്ള സഹായത്തേറ്റം വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞ വാചകം വായിക്കൂ, ജനങ്ങളൊന്ന് കേൾക്കട്ടെ, അറബി അറിയുന്നവർ മനസ്സിലാക്കട്ടെ. സഹാബത്തിന്റെ പേരിലും കളവോ, സഹാബത്തിന്റെ പേരിലും കളവോ, ഇബ്നു അബ്ബാസിന്റെ പേരിൽ കളവോ അവിടെയൊന്നും നിന്നില്ല. അരിയും തിന്ന് ആശാരിശിയയും കടിച്ചു പിന്നെയും ശ്വാനൻ മുന്നോട്ടെന്ന് പറഞ്ഞതുപോലെ ഈ ശ്വാനൻ വീണ്ടും മുന്നോട്ടാണ് പോകുന്നത്. അതാ പോകുന്ന കുർത്തുബിയുടെ പിന്നാലെ. എന്നിട്ട് പറയുന്നു, കുർത്തുബിയും പറഞ്ഞു. എടോ കുർത്തുബി പറഞ്ഞത് നിനക്കറിയുമോ? വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയുമെങ്കിലൊന്ന് വായിച്ചർത്ഥം പറ. അതിൽ ഏത് വാക്കിനാണ്, ഏത് വാചകത്തിനാണ് ജിന്നിനോടുള്ള സഹായത്തേറ്റം ശിർക്കാണ് എന്ന വാചകം അതിൽ ഏതാണ്? അതൊന്ന് തൊട്ട് കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കാണിക്ക്. മുന്നിലേക്ക് വരാൻ ധൈര്യമില്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ധൈര്യത്തിലൂടെയെങ്കിലും ഒരു ജനങ്ങൾക്ക് വായിച്ചു കൊടുക്ക്. കണ്ടോ, ഇയാള് പെരുന്തൽമണ്ണ വെല്ലുവിളിച്ചതാ, കളവാണെന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസിന്റെ പേര് കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു, ഖുർത്തുബിന്റെ പേര് കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു. വായിക്കാൻ വാ എന്നാ മുപ്പേ വെല്ലുവിളിച്ചത്. മുപ്പേ ഇളകിത് നോക്കണ്ട, അതിപ്പോ സദസ്സിൽ ആരെങ്കിലും ആയത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാ. അല്ല, അങ്ങനെ ഇളകൂല. എന്നിട്ട് അങ്ങനെ വെല്ലുവിളിച്ചു. ശരി, നമ്മൾ റെഡി എന്ന് പറഞ്ഞു. ചെന്നപ്പോ പറയാ, നിങ്ങൾ സൂപ്പർ സ്റ്റുഡിയോ, നമ്മൾ പ്രസിഡന്റ്, അത് പറ്റൂല. പിന്നെ എന്തിനാ കാക്ക ഈ വെല്ലുവിളിച്ചത്? ഇതല്ലേ നമുക്ക് ചോദിക്കാനുള്ളൂ. നമ്മളിതൊന്നും ഉദ്ദേശിച്ചില്ല, മാന്യമായി ചോദിച്ചതാ. ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണോ? ഞാൻ സലഫി വരട്ടെ, നമ്മൾ സംവാദം നടത്താം, മാന്യമായി പറഞ്ഞതാ. അതിനാണ്